വിറ്റാമിൻ സപ്ലിമെൻറ്റുകൾ അമിതമായി വാങ്ങിക്കഴിക്കുന്ന ശീലം അപകടകരമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കോവിഡിന് ശേഷമുള്ള ഒരു പൊതുപ്രവണതയാണ് പലതരം വിറ്റാമിൻ സപ്ലിമെൻറ്റുകൾ സ്വയം വാങ്ങിക്കഴിക്കുക എന്ന ശീലം. കൂടുതൽ ഗുണം ചെയ്യും എന്ന തെറ്റിദ്ധാരണ കാരണമാണ് ഉയർന്ന ഡോസിൽ വിറ്റാമിൻ സപ്ലിമെൻറ്റുകൾ ആളുകൾ സ്വയം വാങ്ങി കഴിക്കുന്നത്. ചില പ്രത്യേക വിറ്റാമിനുകൾ ഭക്ഷണത്തിലൂടെയാണെങ്കിൽ പോലും അമിതമാകുന്നത് ഗുണകരമല്ല, ദോഷകരമാണ് താനും. അത് കാരണം ഛർദി, ഓക്കാനം, വയറിളക്കം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. സ്ഥിരമായി ഇത്തരം സപ്ലിമെൻറ്റുകൾ കഴിക്കുമ്പോൾ പല ആന്തരിക അവയവങ്ങൾക്കും തകരാറ് സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ചും കരളിനും വൃക്കകൾക്കുമാണ് ഇതുമൂലം കേടുപാടുകൾ സംഭവിക്കുക. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ B6 എന്നിവയുടെ അമിത ഉപയോഗം ആണ് പലപ്പോഴും പ്രത്യേകിച്ചും അപകടകരമായി മാറുന്നത്. സമീകൃത ആഹാരം വഴി ലഭിക്കുന്ന വിറ്റാമിനുകൾ പ്രകൃതി ദത്ത ഭക്ഷ്യപദാർത്ഥങ്ങളിലൂടെ ഉള്ളതാണ്. പഴങ്ങൾ, വെജിറ്റബിൾസ്, തവിട് കളയാത്ത റിഫൈൻ ചെയ്യാത്ത ധാന്യങ്ങൾ, കൊഴുപ്പുകൾ എല്ലാം സ്വാഭാവികതയുള്ളതും കൃത്രിമത്വം ഇല്ലാത്തതുമാണ്. അതിൽ നിന്നുള്ള പോഷകങ്ങളാണ് ശരീരം അനായാസമായി ആഗിരണം ചെയ്യുക. സ്വാഭാവിക ഭക്ഷ്യപദാർത്ഥങ്ങളിൽ വിറ്റാമിനുകളും ധാതുലവണങ്ങളും മറ്റ് പോഷകങ്ങളും എല്ലാം വേണ്ട അളവിലുണ്ടാകും. അവയെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ശരിയായ പോഷകാഹാരം ലഭ്യമാകുക. ആഹാരത്തിൽ നിന്നുള്ള വിറ്റാമിനുകൾക്ക് വിഷകരമായ അവസ്ഥയുണ്ടാവില്ല. വിറ്റാമിൻ സപ്ലിമെൻറ്റുകളിൽ ചില പ്രത്യേക ഇനം വിറ്റാമിനുകൾ സാന്ദ്രീകൃതമായ രൂപത്തിലാണ് ഉണ്ടാവുക. ആ വിറ്റാമിനുകളുടെ അപര്യാപ്തത കാര്യമായി ഉള്ളവർക്ക് ഇത്തരം സപ്ലിമെൻറ്റുകൾ ചിലപ്പോൾ ഗുണകരമായേക്കും. എങ്കിലും സമീകൃത ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങളുടെ ഗുണം ഇതിനുണ്ടാവില്ല. കൃത്രിമമായി വേർതിരിച്ചെടുക്കപ്പെടുന്ന വിറ്റാമിനുകളുടെ ഉപയോഗമല്ല നമുക്ക് സ്വാഭാവികമായും വേണ്ടത്. സപ്ലിമെൻറ്റുകളുടെ ഹൈ ഡോസ് അകത്ത് ചെല്ലുന്നത് വിഷകരമാകാനാണ് കൂടുതൽ സാധ്യത. ഭക്ഷ്യപദാർത്ഥങ്ങൾ ചവച്ചരച്ച് കഴിക്കുക എന്നതാണ് തികച്ചും പ്രകൃതി സഹജമായ ഭക്ഷണ രീതി. സപ്ലിമെൻറ്റുകളെക്കുറിച്ചുള്ള പരസ്യങ്ങളിൽ ആകൃഷ്ടരായി സ്വാഭാവിക ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുകയും സിന്തറ്റിക് ഭക്ഷ്യപദാർത്ഥങ്ങളോട് കൂടുതൽ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നത് പൊതുവെ ആരോഗ്യത്തിന് ഹാനികരമാവുകയാണ് ചെയ്യുക. നന്ദി.